ഹായ് സുഹൃത്തുക്കളെ, ഈ നേന്ത്രവാഴയ്ക്ക് ഉണ്ടാകുന്ന ഒരു കേടാണ് ഈ കൊലച്ച് കഴിയുമ്പോൾ പിണ്ടിപ്പുഴു. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിന് മരുന്ന് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് നമ്മുടെ വാഴ മൊത്തം തീർക്കും. ഈ വാഴയിൽ രണ്ട് വാഴയിൽ ഇപ്പോൾ ഇത് കണ്ടത് മരുന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുന്നടിച്ചില്ലെങ്കിൽ ഇതെല്ലാ വാഴയ്ക്കും ബാധിക്കുകയും ചെയ്യും, കൊല മൂക്കാതെ ആയിപ്പോവും. ഈ കാണുന്നവനാണ് നമ്മളുടെ ശത്രു. വാഴയുടെ മൊത്തത്തിൽ ഈ ജീവിയാണത് ശരിക്കും നമ്മളെ വാഴയെ നശിപ്പിക്കുന്നത്. അപ്പോൾ അതിനിപ്പം മരുന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഴയുടെ മുകളിൽ മുതൽ കരളിലും എല്ലാം നന്നായിട്ട് മരുന്ന് സ്പ്രേ ചെയ്ത് നോക്കണം, എന്നാലേ ഈ ജീവി പോവുള്ളൂ. അല്ലെങ്കിൽ എല്ലാ വാഴയ്ക്കും ഇത് പകരുകയും ചെയ്യും. ഇങ്ങനെ എല്ലാത്തിനും കയറി കഴിഞ്ഞാൽ വാഴ കൊല മൂക്കാതെ ആയിപ്പോവും. അതിൻ്റെ എണ്ണിപ്പിണ്ടിയെല്ലാം ഈ പുഴു നശിപ്പിച്ച് കളയും. ഓക്കെ, ഹായ് സുഹൃത്തുക്കളെ, ഈ നേന്ത്രവാഴയ്ക്ക് ഉണ്ടാകുന്ന ഒരു കേടാണ് ഈ കൊലച്ച് കഴിയുമ്പോൾ പിണ്ടിപ്പുഴു. അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിന് മരുന്ന് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് നമ്മുടെ വാഴ മൊത്തം തീർക്കും. ഈ വാഴയിൽ രണ്ട് വാഴയിൽ ഇപ്പോൾ ഇത് കണ്ടത് മരുന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. മരുന്നടിച്ചില്ലെങ്കിൽ ഇതെല്ലാ വാഴയ്ക്കും ബാധിക്കുകയും ചെയ്യും, കൊല മൂക്കാതെ ആയിപ്പോവും. ഈ കാണുന്നവനാണ് നമ്മളുടെ ശത്രു. വാഴയുടെ മൊത്തത്തിൽ ഈ ജീവിയാണത് ശരിക്കും നമ്മളെ വാഴയെ നശിപ്പിക്കുന്നത്. അപ്പോൾ അതിനിപ്പം മരുന്നടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഴയുടെ മുകളിൽ മുതൽ കരളിലും എല്ലാം നന്നായിട്ട് മരുന്ന് സ്പ്രേ ചെയ്ത് നോക്കണം, എന്നാലേ ഈ ജീവി പോവുള്ളൂ. അല്ലെങ്കിൽ എല്ലാ വാഴയ്ക്കും ഇത് പകരുകയും ചെയ്യും. ഇങ്ങനെ എല്ലാത്തിനും കയറി കഴിഞ്ഞാൽ വാഴ കൊല മൂക്കാതെ ആയിപ്പോവും. അതിൻ്റെ എണ്ണിപ്പിണ്ടിയെല്ലാം ഈ പുഴു നശിപ്പിച്ച് കളയും. ഓക്കെ.